കാസർഗോഡ് ബേഡകത്ത് ഭർത്തൃ വീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിലായി. ബേഡകം സ്വദേശി അസ്കറാണ് അറസ്റ്റിലായത്. ഡിസംബർ 5-നാണ് മുർസീനെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. KV ബൈജു നൽകും വിവരങ്ങൾ. ബൈജു, ഇതൊരു കൊലപാതകമാണ് എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ മാറിയത് എങ്ങനെയായിരുന്നു ഇതിന്റെ അന്വേഷണം? എൽദോ, സംസ്ഥാനത്ത് സ്ത്രീധന പീഡനത്തിന്റെ പേരിലുള്ള ആത്മഹത്യകൾ അത് ഒട്ടും കുറയുന്നില്ല. അതൊരു തുടർക്കഥയാകുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ പള്ളിക്കരയിലെ മുർസീന. ഈ മുർസീനയെ ബേഡകത്തെ ഭർത്താവിന്റെ വീട്ടിലാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഈ സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരം പീഡിപ്പിക്കുന്നു എന്ന് മുർസീന തന്നെ തന്റെ മാതാപിതാക്കളോട് നേരത്തെ പറഞ്ഞിരുന്നു. ഇതിനുശേഷം ഡിസംബർ 5-നാണ് മുർസീന ഇത്തരത്തിൽ ഭർത്തൃ വീട്ടിൽ കിടപ്പുമുറിയിൽ തന്നെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്നാണ് ഈ ബന്ധുക്കൾ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിക്ക് പരാതി നൽകുകയും പിന്നീട് പോലീസ് വിശദമായി ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ഒടുവിൽ ഈ അസ്കർ ഇത്തരത്തിൽ നിരന്തരം സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡനം നടത്തി തെളിയുകയും ഗാർഹിക പീഡന നിയമപ്രകാരം ഈ കുറ്റം ചുമത്തി അസ്കറിനെ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും 2020-ലാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. 2 വയസ്സുള്ള ഒരു കുട്ടി ഇവർക്കുണ്ട്. ഇതിൽ മാതാപിതാക്കൾ പ്രധാനമായും പറയുന്നത് നേരത്തെ മുർസീന ഇവരോട് ഇത്തരത്തിൽ നിരന്തരം സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞതിന് പുറമെ ഈ മരണം നടന്ന വിവരം വളരെ വൈകിയാണ് ഈ കുടുംബങ്ങളെ അറിയിച്ചത്. ഇതൊക്കെ വലിയ സംശയത്തിന് ഇവർക്ക് ഇട നൽകി. അതുകൊണ്ട് തന്നെയാണ് അവർ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയതും പിന്നീട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയും ബേഡകം പോലീസാണ് ഇയാളെ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അസ്കറിനെ എതിരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗാർഹിക പീഡന നിയമപ്രകാരമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപാണ് ഇതിന് സമീപം തന്നെ കളനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു അധ്യാപിക, ഭർത്തൃമതിയായ ഒരു അധ്യാപികയാണ്, ഇവർ പ്രണയം നിഷേധം മൂലം ഈ കുട്ടിയെയും കൊണ്ട് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. അതിന് ഏതാനും മാസങ്ങൾക്ക് തൊട്ടു മുൻപ് തന്നെയാണ് ഇപ്പോൾ ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിരന്തരമായ ഇത്തരത്തിൽ സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നത് വലിയ ആശങ്ക ഉയർത്തുന്നു. ഇതിനൊരു അറുതി ഇതുവരെ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് കാസർഗോഡ് ബേഡകത്തുണ്ടായ ഈ സംഭവം ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. എൽദോ, ബൈജു, ഈ ബേഡകത്ത് ഈ ഭർത്തൃ വീട്ടിൽ ഈ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നു അത് ഒരു സ്ത്രീധന പീഡനമായിരുന്നു എന്നുള്ളത്, ആവശ്യപ്പെട്ടിട്ടുള്ള ഉപദ്രവം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ബന്ധുക്കൾക്ക് മനസ്സിലാകാനുള്ള സാഹചര്യം എന്താണ്? ഹർഷിന ഇക്കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. ഒപ്പം ഈ അസ്കർ മാത്രമാണോ ഈ കേസിൽ പ്രതിയായിട്ടുള്ളത്? നിലവിൽ അസ്കർ മാത്രമാണ് ഇപ്പോൾ പ്രതിപ്പട്ടികയിലുള്ളത്. പോലീസ് അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നേരത്തെ തന്നെ ഈ മാതാപിതാക്കളെ ഈ വിവരം ഇത്തരത്തിൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് തന്നെ നിരന്തരം പീഡിപ്പിക്കുന്നുണ്ടെന്ന കാര്യം ഇത്തരത്തിൽ വിവരം മാതാപിതാക്കളെ അറിയിച്ചിരുന്നു. അത് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭർത്തൃ വീട്ടിൽ കിടപ്പുമുറിയിലായിരുന്നു ഈ മുർസീന ഇത്തരത്തിൽ തൂങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ മരണം ബന്ധുക്കളെ, അതായത് മാതാപിതാക്കളെ അറിയിക്കുന്നതിലും വളരെ വൈകിയാണ് അറിയിച്ചതെന്ന ഒരു ആക്ഷേപം ഇവർ പറയുന്നുണ്ട്. ഇതൊക്കെ വലിയ സംശയത്തിന് ഇട നൽകുകയും ഇതേ തുടർന്ന് ഇവർ ഡിവൈഎസ്പിക്ക് നേരിട്ട് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ബേഡകം പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയത്. ബേഡകം പോലീസിന്റെ അന്വേഷണത്തിൽ ഈ കാര്യം തെളിയുകയും അത് പ്രകാരം ഈ ഗാർഹിക പീഡന നിയമപ്രകാരമാണ് ഇപ്പോൾ കുറ്റം ചുമത്തിയിട്ടുള്ളത്. ഇതിൽ കൂടുതൽ വകുപ്പുകൾ പോലീസ് ചുമത്തുന്നത് സംബന്ധിച്ച് ആലോചന നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിൽ വീട്ടിൽ മറ്റാർക്കെങ്കിലും ഇത്തരത്തിൽ ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷണത്തിലുണ്ട്. ഏതായാലും അസ്കറിന്റെ അറസ്റ്റ് മാത്രമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതും ബന്ധുക്കളുടെ ഇത്തരത്തിലുള്ള സംശയങ്ങളും ഈ പരാതിയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി. ബേഡകത്ത് തന്നെയാണ് ഇവരുടെ വീടും, ബേഡകത്താണ് ഭർത്താവിന്റെ വീട്. ഇവരുടെ വീട് പള്ളിക്കരയാണ്, മരിച്ച മുർസീനയുടെ വീടും പള്ളിക്കരയാണ്. എന്തായാലും ബന്ധുക്കൾ ശക്തമായി ഈ രംഗത്ത് വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ ഈ പോലീസ് അന്വേഷണം ഒടുവിൽ ഇയാൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ഇത്തരത്തിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. എൽദോ, ശരി. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ബേഡകത്താണ് ഈ ഭർത്തൃ വീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയും യുവതിയുടെ ഭർത്താവ് അസ്കർ ഇപ്പോൾ അറസ്റ്റിലാകുകയും ചെയ്തത്. ഡിസംബർ 5-നായിരുന്നു മുർസീന മരിച്ച നിലയിൽ ആ വീട്ടിൽ കണ്ടെത്തുന്നത്.